നമസ്കാരം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പുതിയ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ കൂടുതലും നമ്മൾ അസ്ട്രോളജീനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇനി നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ അസ്ട്രോളജിയുടെ ഒരു ബേസിക് ആക്ച്വലി അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാവരും ഒരു ജ്യോതിഷന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരെല്ലാവർക്കും ഈ ഒരു ചാർട്ട് നോക്കാൻ പോലും അറിയാൻ പറ്റില്ല. എങ്ങനെയാണ് ഒരു ചാർട്ടിന്റെ ഒരു ബേസിക് ഫോർമേഷൻ, അപ്പൊ അത് എങ്ങനെയാണ് ചാർട്ട് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാവത്തിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്, ഏതൊക്കെ ഗ്രഹങ്ങൾക്ക് എന്തൊക്കെയാണ് എഫക്റ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആ ബേസിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ജ്യോതിഷന് നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് അനാവശ്യമായ ആൾക്കാരെ ഭയപ്പെടുത്തുകയും അതുകൊണ്ട് അവർക്ക് പല മന്ത്രയന്ത്ര തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു ഇതിടുക എന്നുള്ളതാണ്, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചാനലിന്റെ ഒരു ലക്ഷ്യം. അപ്പൊ അതുപോലെ തന്നെ ഇതിനകത്ത് ജ്യോതിഷത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നല്ല ഇൻഫർമേഷൻസ് കിട്ടി അവർക്ക് സ്വന്തമായിട്ട് കുറെ പ്രാക്ടീസ് ചെയ്യാനും പറ്റും. നല്ല കഴിവുള്ളവർക്കും താല്പര്യമുള്ളവർക്കും ഇതിനെക്കുറിച്ച് അറിയാനും പറ്റും. ഈ ഒരു ബ്യൂട്ടിഫുൾ സയൻസിനെ അപ്പോൾ എല്ലാവരും, ഞങ്ങളുടെ ഒരു ഉദ്ദേശം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ വീടുകളിലും ഒരു ജ്യോതിഷൻ എന്ന രീതിയിലാവണം. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന്റെ ബേസിക് ഒക്കെ ഇപ്പൊ പോകുന്ന പുതിയ തലമുറയ്ക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഇതിനോട് താല്പര്യമുള്ള എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് കൂടുതലും താല്പര്യപ്പെടുന്നത്. അപ്പൊ അതിനു വേണ്ടി തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ ഒരു യുഗത്തിനകത്താണ് നമ്മൾ എല്ലാവരും. അപ്പൊ ഈ വളരെയധികം ഒത്തിരി സോഫ്റ്റ്വെയർസ് ഉണ്ട്, പെയ്ഡ് നോൺ പെയ്ഡ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട് ഒരു ചാർട്ട് അനലൈസ് ചെയ്യാൻ. അതുപോലെ ഒരു വെബ്സൈറ്റ് എങ്ങനെ അത് നമുക്ക് ഉപയോഗിക്കാം, അത് ഉപയോഗിച്ച് ഒരാൾക്ക് അവരവരുടെ ചാർട്ടിന്റെ ഒരു ബേസിക് എങ്കിലും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കൂടെ നോക്കാം. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിന്റെ പേര് www.astrosage.com എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ അത് ഇവിടെ ഒന്ന് എഴുതാം. ഐ തിങ്ക് ഇപ്പൊ എല്ലാവർക്കും കാണാം, www.astrosage.com. എല്ലാ പ്രേക്ഷകരും ഈ പറഞ്ഞ പോലെ ഈ ചാനൽ ഈ വെബ്സൈറ്റ് ഒന്ന് നോട്ട് ചെയ്യുക, www.astrosage.com. ഇത് പെയ്ഡ് ആൻഡ് നോൺ പെയ്ഡ് ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നോൺ പെയ്ഡിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഒത്തിരി ഡീപ്പായിട്ടുള്ള അനലൈസ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി പേയ്മെന്റ്. സോ അപ്പോൾ എല്ലാവരും ആ സൈറ്റിൽ പോകുമ്പോൾ ഇനി അതിനകത്ത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ www.astrosage.com പോകുമ്പോൾ ഫസ്റ്റ് ഇങ്ങനത്തെ ഈ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്, ലാംഗ്വേജ് ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ താഴെ ഇങ്ങനത്തെ കുണ്ഡ്ലി, ഹൊറോസ്കോപ്പ് മാച്ചിങ്, ഹൊറോസ്കോപ്പ്, ഇത്തരം ഓപ്ഷൻസ്. ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുണ്ഡ്ലി ബർത്ത് ചാർട്ട് ആണ് ഒരാളുടെ പേഴ്സണൽ ഹൊറോസ്കോപ്പ് അനലൈസിന് വേണ്ടത്. അപ്പൊ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക, കുണ്ഡ്ലി ബർത്ത് ചാർട്ട്. അപ്പൊ അടുത്ത പേജ് ഓപ്പൺ ആവുന്നു, ഓപ്പൺ കുണ്ഡ്ലി, ന്യൂ കുണ്ഡ്ലി. അപ്പൊ ന്യൂ കുണ്ഡ്ലിയിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓപ്ഷൻ പേര്, നെയിം, എന്റർ നെയിം. അപ്പൊ പേരിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, അവരുടെ ഒരു പേരിന്റെ ഫസ്റ്റ് നെയിം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡേ, മന്ത്, ഇയർ, ടൈം, അവിടെ AM PM ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഇടുക. പിന്നെ ലൊക്കേഷൻ, പ്ലേസ് ഓഫ് ബർത്ത്, നിങ്ങൾ ജനിച്ച സ്ഥലം, അത് ഏത് ലൊക്കേഷനും സെലക്ട് ചെയ്യാം. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കുറെ ഇത് വരും, ലിസ്റ്റ് ഓഫ് പ്ലേസസ് വരും, ആ ഒരു ആൽഫബറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക, സ്റ്റേറ്റ്, കൺട്രി, ഇത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അത് കഴിഞ്ഞ് മെയിൽ, ജെൻഡർ, മെയിൽ, ഫീമെയിൽ ഓപ്ഷൻ സേവ് ചെയ്യുക, ഗെറ്റ് ഹൊറോസ്കോപ്പ്. ഓക്കെ, അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. അപ്പോൾ astrosage.com പോയി ഓപ്പൺ ചെയ്യും, ന്യൂ കുണ്ഡ്ലി ഇതിനകത്ത് ഓപ്പൺ ചെയ്യുക. അത് കഴിയുമ്പോൾ ന്യൂ കുണ്ഡ്ലിയിൽ ബർത്ത് ചാർട്ട് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ന്യൂ കുണ്ഡ്ലി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് പേര്, ഡേ, മന്ത്, ഇയർ, അതുപോലെ തന്നെ ടൈം, പിന്നെ പ്ലേസ് ഓഫ് ബർത്ത്, ജെൻഡർ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സേവ്, ഗെറ്റ് ഹൊറോസ്കോപ്പ്. ഇത് ഞാനൊരു ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി ഒരാളുടെ പേര് സേവ് ചെയ്ത്, ജ്യോതി, ഡേ, ഇയർ, മന്ത് 9 ഡിസംബർ 1986. ഓക്കെ, 10:10 AM, പ്ലേസ് ഓഫ് ബർത്ത് ട്രിവാൻഡ്രം, ഫീമെയിൽ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ സേവ് ചെയ്തു, ഗെറ്റ് ഹൊറോസ്കോപ്പ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇങ്ങനെയായിരിക്കും ബർത്ത് ചാർട്ട്. നമ്മൾ ജനിച്ച നമ്മുടെ ഇത് വെച്ചിട്ടുള്ള ബർത്ത് ചാർട്ടാണ് ഇപ്പോൾ ഈ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിനെ ലഗ്ന ചാർട്ട് എന്നും കൂടെ പറയും. എന്ന് വെച്ചാൽ ജനിച്ച സമയത്തുള്ള നക്ഷത്രങ്ങളും രാശിയും ഗ്രഹങ്ങളും ഒക്കെ സ്ക്രീൻഷോട്ട് എന്ന് പറയാം, ആ സമയത്തുള്ള അത് ആണ് ഈ പറഞ്ഞ നമ്മുടെ ലഗ്ന ചാർട്ടിൽ. ഇതിനകത്താണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹൗസ്, സെക്കൻഡ് ഹൗസ്, തേർഡ് ഹൗസ്, ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെ 12 ഹൗസസ് ഉണ്ട്.
അല്ലെ? 1 2 3 4 5 6 7 8 9 10 11 12. അപ്പൊ ഈ 12 ഹൗസും ഫിക്സ് ആണ്. പക്ഷെ ഇതിനകത്തുള്ള ഈ റാശി അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ 10 ആണ് എഴുതിയേക്കണേ. അപ്പൊ 10 റാശി. പക്ഷെ ഇത് എല്ലാവർക്കും വ്യത്യസ്തമാവാം. ഇപ്പൊ നമ്മൾ ഇട്ട ആളുടെ ജനന സമയം വെച്ചും അദ്ദേഹത്തിന്റെ ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ഒക്കെ വെച്ച് ഈ ഒരു റാശിയാലാണ് അദ്ദേഹത്തിന്റെ ലഗ്നം വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഹൗസ് വരുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ചാർട്ടാണ്. ഓക്കെ, ഇതിന്റെ ഒരു ഷേപ്പ് ഇതാണ്. ഇതിനകത്ത് 12 ഹൗസസ് ഉണ്ട്. അതേപോലെ ഇതിന് ഇപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഹൗസ് നോർത്ത് ഇന്ത്യൻ ചാർട്ടിന്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹൗസ്, സെക്കൻഡ് ഹൗസ്, തേർഡ് ഹൗസ്, ഫോർത്ത് ഹൗസ്, ഇതിങ്ങനെ ആന്റി ക്ലോക്ക് വൈസിലാണ് 12 ഹൗസ് പോകുന്നത്. ഇനി സൗത്ത് ഇന്ത്യൻ ചാർട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു വേയിലാണ് സൗത്ത് ഇന്ത്യൻ ചാർട്ട് വരുന്നത്. അപ്പോൾ ഇത് ക്ലോക്ക് വൈസിലാണ് ഇതിന് എഴുതുന്നത്. പക്ഷെ ഇതിനകത്തും 12 ഹൗസസ് ആണ്. ബാക്കിയുള്ള രാശിയുടെ പേരുകളെല്ലാം അതേ ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഏരിയസ്, ടോറസ്, ജെമിനി, ക്യാൻസർ, ലിയോ, വിർഗോ, ലിബ്രോ, സ്കോർപിയോ, സഗിറ്റേറിയസ്, കാപ്രിക്കോൺ, അക്വേറിയസ്, സ്പൈസസ്. നമ്മൾ കുറച്ചു മുമ്പ് എടുത്ത ചാർട്ടിനകത്ത് ഇതപ്പൊ നമുക്ക് ഇവിടെ കുറെ കൂടി ഈസി ആയിട്ടുള്ള ഒരു ഇതിന് നോർത്ത് ഇന്ത്യൻ ചാർട്ടിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ നോർത്ത് ഇന്ത്യൻ ചാർട്ട് അനുസരിച്ച് ഇവിടെ വന്നത് അപ്പൊ ഏതാണ്? ഇദ്ദേഹത്തിന്റെ ഇത് നോക്കിക്കേ. ഇദ്ദേഹത്തിന്റെ ലഗ്നം വന്നത് കാപ്രിക്കോൺ ലഗൻ. അപ്പൊ അദ്ദേഹം ജനിച്ചപ്പോൾ കാപ്രിക്കോൺ ലഗൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി അതിന് ഈ മലയാളം കൂടി ഒന്ന് പറയാം. അപ്പൊ പറയുന്ന പോലെ ഇതിന് മേഷ് അല്ലെങ്കിൽ ഏരീസ് രാശി, ഇതിന് മേടം എന്ന് പറയും. മേടം, മിടവം, മിഥുനം. അപ്പോ ആ ഒരു പേരിൽ തന്നെയാണ് ഇത് വരുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിന് ശരിക്കുമുള്ള സംസ്കൃത നെയിമാണ് മേഷ, വൃഷ്, മിഥുന, കർക്ക്, സിംഹരാശി, കന്യരാശി, തുല, വൃശ്ചിക, ധനു, മകര, കുംഭ്, മീൻ. ഓക്കെ, അപ്പൊ ഇവിടെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഈ മേടത്തിന് മേഷം എന്നാണ് പറയുന്നത്. ഇനി ഇത് അതിന്റെ ഒരു പ്ലാനറ്റ്സ് അതിനകത്തോട്ട് നമുക്ക് വരാം. അപ്പൊ അതിനു മുമ്പ് ഇതിന് അതുപോലെ ഇംഗ്ലീഷിൽ കൊടുക്കുന്ന വേർഡാണ് ഏരീസ്, ടോറസ്, ജെമിനി, ക്യാൻസർ, ലിയോ, വിർഗോ, ലിബ്രോ, സ്കോർപിയോ, സഗിറ്റേറിയസ്, കാപ്രിക്കോൺ, അക്വേറിയസ്, സ്പൈസസ്. ഓക്കെ, ഇത് ഈ 12 ഹൗസസും എല്ലാവരും നോട്ട് ചെയ്യുക. 12 ഹൗസസും 12 രാശിയും 12 ഹൗസും 12 രാശിയുമാണ് ഉള്ളത്. നമ്മുടെ ജീവിതം ശരിക്കും ഈ പറഞ്ഞ പോലെ ഈ 12 രാശിയും 12 ഹൗസിലും ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് അത് ഫുള്ളി ഫിറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുമ്പോൾ, ഋഷി പരാശർ ഈ രാശി ചാർട്ട് ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം കണക്കാക്കുന്നത് മഹാവിഷ്ണുവിനെ ഒരു പുരുഷനായിട്ടാണ്. അദ്ദേഹത്തിനെ വിളിക്കുന്നത് കാൽപുരുഷ്. അപ്പൊ ആ കാൽപുരുഷ് കുണ്ടിലി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തലേനെ ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ ഈ ചാർട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഓരോ ബോഡി പാർട്ടും ഇതിനെ സിഗ്നിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ എടുക്കുവാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇത് ഹെഡ് വരും, ഫേസും ഹെഡ് ഇവിടെ വരുന്നു, കണ്ണും നെക്കും ഇവിടെ വരുന്നു, ഷോൾഡറും ഹാൻഡ്സും ഇവിടെ വരുന്നു, ചെസ്റ്റ് ഇവിടെ വരുന്നു. സോ ഇതൊരു പാർട്ട്. ഇത് മെഡിക്കൽ അസ്ട്രോളജിയിലേക്ക് പോകുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓരോ ബോഡി പാർട്സ്. എല്ലാവർക്കും ഈ ഒരു എങ്ങനെ ഇങ്ങനെ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്യാം, അതേപോലെ ഈ ചാർട്ടിനകത്ത് ഏതൊക്കെ രാശിയുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാനറ്റ്സ് ആണ് അതിന്റെ ലോഡായിട്ട് വരുന്നത്, ഇതൊക്കെ ഒരു ബേസിക് ആ ഒരു ഇത് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ഹൗസ് ഇവിടെ ചെയ്ത പോലെ ഏരീസ് രാശിയാണെങ്കിൽ അതിന്റെ പ്ലാനറ്റ് മാർസ് ആയിരിക്കും. ടോറസിന്റെ വീനസ്, ജെമിനിക്ക് മെർക്കുറി, ക്യാൻസർ മൂൺ, ലിയോ സൺ, വിർഗോ അഗെയിൻ മെർക്കുറി, ലിബ്ര വീനസ്, സ്കോർപിയോ മാർസ്, സഗിറ്റേറിയസ് ജൂപ്പിറ്റർ, കാപ്രിക്കോൺ സാറ്റേൺ, അക്വേറിയസ് സാറ്റേൺ അഗെയിൻ, സ്പൈസസ് ജൂപ്പിറ്റർ. ഇവിടെ നോക്കൂ, ഈ പറഞ്ഞ പോലെ ഓരോ ഈ 12 ഹൗസിനെയും ഒരു 360 ഡിഗ്രി ആയിട്ട് വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്തേക്കണം. എല്ലാ ഹൗസിനും ഓരോ ഹൗസും വരുന്ന എത്ര 30 ഡിഗ്രിയിലായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഹൗസ് 0 to 30, 30 to 60. ഈ ഡിഗ്രീസ് ഒക്കെ നമുക്ക് ഒത്തിരി ഈ ആസ്ട്രോളജിയുടെ ഓരോ കൂടുതൽ ഡീപ്പായിട്ട് പോകുമ്പോൾ ഈ ഡിഗ്രീസിനും ഒക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു ഇതിനു വേണ്ടി അപ്പൊ പറയാം. അപ്പൊ 360 ഡിഗ്രിയിലാണ് ഈ വാസ്തു പുരുഷൻ ഈ പറഞ്ഞ പോലെ അല്ല ഈ ചാർട്ടിനകത്ത്, ആസ്ട്രോളജി ചാർട്ടിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 360 ഡിഗ്രിയിൽ. ആ 360 ഡിഗ്രീനെ 30 എവറി ഹൗസസ് ഡിവൈഡഡ് ഇൻറ്റു ലൈക്ക് 30 അങ്ങനെ 360 ഡിഗ്രി. ഓക്കെ, ഓരോ ഹൗസിലും ഓരോ രാശിയാണ് വരുന്നത്. അത് നമ്മൾ ജനിക്കുമ്പോൾ ഉള്ള
അപ്പത്തെ ആ സ്കൈയുടെ, അപ്പത്തെ ഗ്രഹങ്ങളുടെയും രാശിയുടെയും എല്ലാം ഒരു സ്ക്രീൻഷോട്ടാണ് അപ്പോൾ ഈ വരുന്ന നമ്മുടെ ഈ ചാർട്ട്. അതിനകത്താണ് നമുക്ക് ഓരോ പ്ലാനറ്റും ഓരോ ഹൗസിലും ഓരോ പ്ലാനറ്റ് പ്ലേസ്മെന്റ്സ് വരുന്നതല്ല, ആ ആ സമയത്തുള്ള പ്ലേസ്മെന്റ് ആണ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത്രയും മനസ്സിലായി കാണുന്നുണ്ട് ബേസിക് ആയിട്ട് എന്താണ് ലഗൻ. അതുപോലെ ലഗൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഹൗസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹൗസിന്റെ ഇവിടെ ഓരോ ലോഡ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഹൗസ് ഇപ്പോൾ കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ചാർട്ടിനകത്ത്, ഇപ്പൊ ഓപ്പൺ ചെയ്ത ചാർട്ടിനകത്ത് മകര അല്ലെങ്കിൽ കാപ്രിക്കോൺ ലഗനെ ഇതായിട്ട് പറഞ്ഞ പ്ലാനറ്റ് ലോഡാണ്, ഗ്രഹനാഥൻ എന്ന് പറയുന്നതാണിത്. അപ്പൊ പ്ലാനറ്റ് ലോഡ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഗ്രഹനാഥൻ എന്ന് പറയും. അപ്പൊ ഗ്രഹനാഥൻ എന്ന് പറയുന്ന ഈ ഗ്രഹം ശനിയാണ്, സാറ്റേൺ. അപ്പൊ ഈ ചാർട്ടിനകത്ത് നോക്കുമ്പോൾ ശനി എവിടെയാണ് ഇരിക്കുന്നത്? ശനി വന്നിട്ട് ഈ പറഞ്ഞ പോലെ 11ാം ഭാവത്തിൽ അല്ലെങ്കിൽ 11 ഹൗസിലാണ് ഇരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ രാശി ഏതാണ്? 8ആണ്. അപ്പൊ എല്ലാവർക്കും രാശി മാറും, പക്ഷെ ഹൗസ് അതേപോലെ തന്നെയായിരിക്കും പ്ലേസ്മെന്റ്. അപ്പൊ ഓരോ ഹൗസിനും ഓരോരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഹൗസിന്റെ പോലെ ഇമ്പോർട്ടൻസ് പോലെ തന്നെ രാശിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ അതിനകത്തിരിക്കുന്ന ഗ്രഹങ്ങൾ, പിന്നെ പറഞ്ഞ പോലെ ഒരു നക്ഷത്രങ്ങൾ, അങ്ങനെ ഇതിന്റെ എല്ലാം ഒരു കോമ്പിനേഷനിലൂടെയാണ് ഒരാളുടെ ഒരു ചാർട്ട് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്കിപ്പോ ഫസ്റ്റിലെ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഓരോ ഹൗസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ബോഡി ഇൻ ജനറൽ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹെഡ്, ഫേസ്, ഇതാണ് നമ്മുടെ ഹെഡ് അല്ലെങ്കിൽ ഫേസിനെയൊക്കെ ഇത് ചെയ്യുന്ന ഹൗസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഓപ്പൺ ചെയ്യുന്ന നമ്മുടെ ഈ ചാർട്ട് നമ്മളാണ്, നമ്മൾ മൈസെൽഫ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഹൗസിനെ. അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്ടിൽ ഫേസിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഹെഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മുടെ തോട്ട്സിനെയൊക്കെ മെയിൻ ആയിട്ട് നോക്കുന്നത് ഒരാളുടെ തോട്ട്സ്, പിന്നെ ഓവറോൾ എൻറ്റയർ ഹെൽത്ത് ഒക്കെ നോക്കുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ഹൗസ് ആണ്. സോ അതാണ് ഫസ്റ്റ് ഹൗസിന്റെ ഇമ്പോർട്ടൻസ്. അടുത്ത് വന്നിട്ട് സെക്കൻഡ് ഹൗസ്. സെക്കൻഡ് ഹൗസ് എന്ന് പറയുമ്പോൾ അത് നോക്കുന്നത് ഒരാളുടെ ഫിനാൻസ് അല്ലെങ്കിൽ സ്പീച്ച്, അതുപോലെ ഫുഡ് ഹാബിറ്റ്സ്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പോ ഞാൻ എഴുതിക്കുന്ന 2 ഇത് മാത്രമേ ഉള്ളൂ, പക്ഷെ 100 കണക്കിന് കാര്യങ്ങൾ ഒരു ഹൗസിനെ ഇത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് സിഗ്നിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്കിപ്പോ ഇതിനകത്ത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ കുറെയൊക്കെ പറയാം. ഇവിടെ സെക്കൻഡ് ഹൗസിനെ കണക്കാക്കുന്നത് നമ്മുടെ ഫാമിലി, വെൽത്ത്, സ്പീച്ച്, ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹൗസിലാണ്. അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സ്. ഇപ്പോൾ ഒരാള് ഇവിടെ ഇപ്പോ ഫോർ എക്സാമ്പിൾ വീനസ് ഇരിക്കുവാണെങ്കിൽ, മെർക്കുറി, വീനസ് അങ്ങനത്തെ പ്ലാനറ്റ് ഇരിക്കുവാണെങ്കിൽ, നല്ല പ്ലാനറ്റ്സ് ഇരിക്കും, ജൂപ്പിറ്റർ. സോ അതിനൊക്കെ ഓരോരോ, ഇപ്പോൾ വീനസ് ആണെങ്കിൽ അദ്ദേഹം കൂടുതൽ നല്ല ലക്ഷറി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, ഇപ്പൊ ജൂപ്പിറ്റർ ആണെങ്കിൽ ഇരിക്കുന്ന അദ്ദേഹം വളരെ ആലോചിച്ച് നല്ല ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അത് ഓരോ പ്ലാനറ്റിന്റെ ഇതനുസരിച്ച് ഇരിക്കും. അതുപോലെ ഇപ്പൊ സപ്പോസ് അതുപോലെ പ്ലാനറ്റ് മെലഫിക് ആണോ, അത് ഗുഡ് ഇതിലാണ്, പൊസിഷനിലാണോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഏതൊക്കെ ആസ്പെക്ട് ഉണ്ട് നമുക്ക് നോക്കിയിട്ട് വേണം അതിന് കറക്റ്റ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ. ഇനി തേർഡ് ഹൗസിലോട്ട് വരുമ്പോൾ ഇവിടെ എഴുതിയ പോലെ കറേജ്, സിബ്ലിംഗ്, ഒരാൾക്ക് എത്രമാത്രം ധൈര്യം അല്ലെങ്കിൽ എഫേർട്സ് ജീവിതത്തിൽ എടുക്കും, അത് കാണിക്കുന്ന ഹൗസ് ആണ് തേർഡ് ഹൗസ്. തേർഡ് ഹൗസ് അതേപോലെ തന്നെ സിബ്ലിങ്സ്, നമ്മുടെ ബ്രദർ സിസ്റ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഇത് ഞാൻ ഇവിടെ ഫേസ് ആണ്, ഇത് ഇവിടെ നെക്ക്, ഐ, പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഷോൾഡർ, ഹാൻഡ്സ്, ബോഡി പാർട്സിൽ വരുന്നു. അപ്പൊ തേർഡ് ഹൗസ് ഈ പറഞ്ഞ പോലെ ഒരാളുടെ അതുപോലെ കമ്മ്യൂണിക്കേഷനും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഹൗസ് ആണ് തേർഡ് ഹൗസ്. ആർക്കെങ്കിലും ഇപ്പൊ ഇവിടെ സ്പീച്ച് ആണ് എഴുതിയേക്കണം, പക്ഷെ ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്പീച്ചും കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ വരും, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ തരത്തിലുള്ള പല നമ്മുടെ ബാക്കിയുള്ള മെയിലിംഗ് കപ്പാസിറ്റിയോ ഈ ഇപ്പോ ഒരു റൈറ്റിംഗ് കപ്പാസിറ്റി ഇതിനകത്തൊക്കെ എങ്ങനെ ഒരാൾ പ്രസന്റ് ചെയ്യും, അതൊക്കെ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഫാക്ടർ ഒക്കെ ഇവിടെ ഈ തേർഡ് ഹൗസിലാണ് നോക്കി അനലൈസ് ചെയ്യണത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഹൗസിന്റെയും ഗുഡ് ആൻഡ് ബാഡ്, അതിന്റെ പ്ലാനറ്റും അതിനകത്തുള്ള ആസ്പെക്റ്റും അതിനകത്തൊരു ദൃഷ്ടി, അത് നല്ല രീതിയിലാണോ ഇരിക്കുന്നത്, അതുപോലെ രാശി, ഭാവം, നക്ഷത്രമൊക്കെ വരും. പക്ഷെ ബേസിക് ആയിട്ട് ഇതാണ് തേർഡ് ഹൗസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് വന്നിട്ട് ഫോർത്ത് ഹൗസ്. ഫോർത്ത് ഹൗസ് ഷോ ചെയ്യുന്നത് എന്താണ്? ഹോം, അല്ലെങ്കിൽ നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, വീടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ മദറിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ ഫോർത്ത് ഹൗസ് ആണ് നോക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ 4000 റെപ്രസെന്റ് ചെയ്യുന്നത് ഇതേപോലെ നമ്മുടെ ചെസ്റ്റ്, ഹാർട്ട് അല്ലെങ്കിൽ ചെസ്റ്റ് ഒക്കെയാണ്.
ഇപ്പോൾ ഈ മെഡിക്കൽ അസ്ട്രോളജിയിലായിട്ട് വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ അങ്ങനത്തെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അറിയാൻ പറ്റും ഈ ഭാവത്തിലോട്ട് എന്തെങ്കിലും ഒരു മെലഫിക് ആയിട്ടുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടാവും, അല്ല ഏതെങ്കിലും ഒരു ചീത്ത പ്ലാനറ്റിന്റെ സപ്പോസ് മാർസിന്റെ അല്ലെ ശനിയുടെ ഒക്കെ ഒരു ആസ്പെക്ട് വന്നിട്ടുണ്ടാവും, അല്ലെ ട്രാൻസിറ്റ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് റൊട്ടേറ്റ് ഇതിപ്പോ നമ്മൾ ജനിച്ച സമയമല്ല, നമുക്ക് അത് ഗ്രഹങ്ങൾ എപ്പോഴും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഗ്രഹങ്ങൾ ചുറ്റി ചുറ്റി ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചീത്ത ഗ്രഹം ഇവിടെ വരുമ്പോഴായിരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ചെസ്റ്റ് റിലേറ്റഡ് ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ വീട്ടിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം, അല്ലെങ്കിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള ഡിപ്പെൻഡ് ഓൺ പ്ലാനറ്റ് ആൻഡ് ഓൾ അതർ ഫാക്ടേഴ്സ്. അപ്പൊ അത് നോക്കുന്നത് ഈ 4th ഹൗസിലൂടെയാണ്. ഇനി അടുത്ത് വരുമ്പോൾ 5th ഹൗസ്. 5th ഹൗസ് അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ നോക്കുമ്പോൾ ഇപ്പോൾ വളരെ ഇപ്പൊ കിൻഡർ ഗാർഡൻ, LKG UKG ടു ടിൽ 3rd 4th സ്റ്റാൻഡേർഡ് ഒക്കെ 3rd ഹൗസിൽ നോക്കുന്നു. 4th 5th സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ ഒരു 10 to 12 സ്റ്റാൻഡേർഡ് 4th ഹൗസിലും. അത് കഴിഞ്ഞിട്ട് 3rd ഹൗസ് വളരെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റഡീസിന്റെ. അത് കഴിഞ്ഞിട്ട് 4th ഹൗസ് ഈ പറഞ്ഞ പോലെ 10 to 12 സ്റ്റാൻഡേർഡ്. ഈ 5th ഹൗസ് വന്നിട്ട് എഡ്യൂക്കേഷൻ 12 to അല്ലെങ്കിൽ 10 to നമ്മുടെ ഗ്രാജുവേഷൻ വരെയുള്ള ഒരു എഡ്യൂക്കേഷൻ ഷോ ചെയ്യുന്നതാണ് 5th ഹൗസ്. പിന്നെ ഇതുപോലെ തന്നെ 5th ഹൗസ് ഇന്റലിജൻസ്, ചിൽഡ്രന്റെ ഇതാണ്, ക്രിയേറ്റിവിറ്റിയുടെ പാർട്ടാണ്, റൊമാൻസ്. ഇപ്പോഴത്തെ ജനറേഷനിൽ ആർക്കെങ്കിലും അവരുടെ പാർട്ട്ണറിന്റെ ഒരു റൊമാൻറ്റിക് അപ്രോച്ച് ഒക്കെ നോക്കണമെങ്കിൽ 5th ഹൗസിന്റെ ഇത് നോക്കുക, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുപോലെ ലവ് മാരേജിന് നോക്കും. അതുപോലെ കുട്ടികൾക്ക് ഇപ്പോൾ ആർക്കെങ്കിലും ഇപ്പൊ എന്തെങ്കിലും പ്രഗ്നൻസി റിലേറ്റഡ് പ്രോബ്ലം, അതുപോലെ തന്നെ ഇപ്പൊ IVF-ന് പോകുമ്പോൾ അങ്ങനത്തെ ഒക്കെ നോക്കുമ്പോൾ ശരിക്കും നോക്കേണ്ട ഹൗസാണ് 5th ഹൗസ്. അതുപോലെ ക്രിയേറ്റിവിറ്റി, സ്പെക്കുലേഷൻ, ഇന്റലിജൻസ്. അതുപോലെ തന്നെ ഇപ്പൊ ഫിലിം ഫീൽഡിലുള്ളവർക്കൊക്കെ ആണെങ്കിലും ഈ 5th ഹൗസ് നല്ലൊരു ഇതിനകത്ത് ഒരു ഗുഡ് ആസ്പെക്ട് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ നല്ല പ്ലാനറ്റ്സ് ആണെങ്കിലൊക്കെ ആർട്സ് ആയിട്ട് അല്ലെങ്കിൽ മൂവി ഇൻഡസ്ട്രീസിനൊക്കെ അവർക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഇതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇനി അടുത്ത് വന്നിട്ട് 6th ഹൗസ്. 6th ഹൗസ് വന്നിട്ട് എനിമീസ് ആൻഡ് വെറീസ്. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പോ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ലൈഫിൽ ഉണ്ടാവുന്നതും, അതുപോലെ ലോൺ, ഇപ്പോൾ ഒരാൾ ലോൺ എടുക്കുക അല്ലെങ്കിൽ പൈസ ഒരാൾക്ക് കൊടുത്തിട്ട് കിട്ടാണ്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ഒരു കോർട്ട് റിലേറ്റഡ് പ്രോബ്ലം, ഹോസ്പിറ്റൽ റിലേറ്റഡ് പ്രോബ്ലംസ്, ഇതൊക്കെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ 6th ഹൗസിലാണ്. 6th ഹൗസ് എനിമീസ് ആൻഡ് വെറീസ് തരുന്ന ഒരു ഹൗസ് ആയിട്ടാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി അടുത്ത് വന്നിട്ട് 7th ഹൗസ്. 7th ഹൗസ് നോക്കിയേ, ഇവിടെ സ്പൗസ് ആൻഡ് ഡിസയർസ്. ഇപ്പൊ അസ്ട്രോളജിയുടെ ഒരു ഇത് നോക്കിയപ്പോൾ 1st ഹൗസ് നമ്മളെ തന്നെ കാണേണ്ട ഹൗസാണ് 1st ഹൗസ്. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ പാർട്ട്ണർ. അപ്പൊ നമ്മൾ നോക്കുന്നത് നമ്മുടെ പാർട്ട്ണറിലായിട്ടാണ് 7th ഹൗസ്. അപ്പൊ 7th ഹൗസ് മാരേജ് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ബിസിനസ് പാർട്ട്ണർ, ഓൾ കൈൻഡ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഈ പറഞ്ഞ പോലെ 7th ഹൗസിലാണ് നോക്കേണ്ടത്. അതുപോലെ ബിസിനസ്സിന്റെ, അതുപോലെ തന്നെ ഞാനിപ്പോ 6th ഹൗസിൽ വിട്ടുപോയ കാര്യം, മെയിൻ ആയിട്ട് ഇത് നമ്മുടെ ഡേ ടു ഡേ വർക്കില്ലാത്തൊക്കെ ഇതിനെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വർക്ക്, ഒരാൾ ജോലിയാണോ ബിസിനസ് ആണോ ചെയ്യേണ്ടതെന്ന് നോക്കുന്നത് ഈ 6th and 7th ഹൗസിലാണ്. അപ്പൊ 6th ഹൗസ് നല്ല ഇതിലാണെങ്കിൽ അദ്ദേഹത്തിന് വർക്ക്, ജോലി ചെയ്യാൻ ആയിട്ടുള്ള ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ 7th ഹൗസ് ആക്ച്വലി ഈവൻ ബിസിനസ്സിന് നോക്കുമ്പോൾ 7th ഹൗസ് ആണ് നോക്കേണ്ടത്. അപ്പൊ ഈ 7th ഹൗസ് അതേപോലെ തന്നെ ബിസിനസ് പാർട്ട്ണർഷിപ്പ്, അതുപോലെ മാരേജ് റിലേഷൻഷിപ്പ്, ഫോർ ഈവൻ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ ഈ ഹൗസ് നല്ല രീതിയിലുള്ള ഒരു ഇതാണ് നമുക്ക് തരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യും. സോ അതുപോലെ നോക്കി ഇപ്പൊ ഈ നമ്മുടെ ഈ ഒരാളുടെ ഒരു ലൈഫ് മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മളും അതേപോലെ അദ്ദേഹത്തിന്റെ പാർട്ട്ണറും ആയിട്ടുള്ള ഒരു ജീവിതമാണ് ഇവിടെ കണക്കാക്കുന്നത്. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു അസ്ട്രോളജി ചാർട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് വർഷം മുമ്പ് ഋഷിമാർ. അതുപോലെ തന്നെ അപ്പോ അടുത്ത 8th ഹൗസിലേക്ക് വരുമ്പോൾ ലോഞ്ചിവിറ്റി, വൾനറബിലിറ്റി, അതുപോലെ ഹിഡൻ പ്രോബ്ലംസ്. ലോഞ്ചിവിറ്റി, വൾനറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ ഒരാളുടെ ലൈഫിന്റെ ഇപ്പൊ 8th ഹൗസ് ആക്ച്വലി ഈവൻ ഡെത്ത്, ഒരാൾക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ ഹിഡൻ ആയിട്ടുള്ള ആക്സിഡൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻസും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു മെയിൻ പ്രോബ്ലംസിന് വരുമ്പോൾ കാണേണ്ട ഹൗസാണ് ഈ പറഞ്ഞ പോലെ 8th ഹൗസ്. അതുപോലെ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഹിഡൻ ബെനിഫിറ്റ്സും ഇവിടുന്ന് വരാം. പ്രോബ്ലംസ് മാത്രമല്ല, 8th ഹൗസ് ബെനിഫിറ്റ്സും വരാം. അപ്പൊ അത് കാണിക്കുന്ന. അതുപോലെ ഇപ്പൊ മാരേജ് കഴിയുമ്പോൾ നമുക്കറിയാം, നമുക്ക് വളരെ ഇതുവരെ നമ്മൾ ഫേസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ഒത്തിരി നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പൊ ഈ 7th ഹൗസ് കഴിഞ്ഞ് കഴിയുമ്പോൾ 8th ഹൗസ് ആ ഒരു രീതിയിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് എന്തെങ്കിലും വരുമുണ്ടോ എന്നൊക്കെ 8th ഹൗസിൽ നിന്നാണ് നോക്കുന്നത്.
നയൻത് ഹൗസ്. നയൻത് ഹൗസ് ഇവിടെ എഴുതുന്നത് ഹയർ ലേണിംഗ്, ധർമ്മ. ഹയർ ലേണിംഗ് എന്ന് പറയുമ്പോൾ പിന്നെ ഫിഫ്ത് ഹൗസിനെ കൺസിഡർ ചെയ്തത് ഇടം വരെയാണ് ഗ്രാജുവേഷൻ വരെ. അത് കഴിഞ്ഞിട്ടുള്ള ഹയർ സ്റ്റഡീസ്, ഫോർ എക്സാമ്പിൾ PhD, അല്ലെങ്കിൽ ഒത്തിരി അതിലും കൂടുതലായിട്ടുള്ള മാസ്റ്റർ ഡിഗ്രീസിനൊക്കെ പോകുമ്പോൾ ഈ ഹൗസിന്റെ ആക്ടിവേഷനോ ഇവിടെ എന്തെങ്കിലും ദശ ആക്ടിവേഷനോ അല്ലെങ്കിൽ ട്രാൻസിറ്റ് ആക്ടിവേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നയൻത് ഹൗസ് ആക്ടിവേഷനിലാണ് ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ചാൻസ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നല്ല പ്ലാനറ്റ് ആണോ ചീത്ത പ്ലാനറ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം. ഇപ്പൊ നല്ല പ്ലാനറ്റും നല്ലൊരു ദശ, ആ പ്ലാനറ്റ് ആക്റ്റീവ് ആവുകയാണ് ദശാ പീരീഡിൽ, ഓൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ എനിക്കിപ്പോൾ ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് നോക്കേണ്ട ഹൗസാണ്. സോ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ മീൻസ് എബ്രോഡ് ഏതെങ്കിലും ഓവർസീസിൽ എവിടെയെങ്കിലും പോകാനൊക്കെ ആണെങ്കിൽ ഈ നയൻത് ഹൗസ് ആക്റ്റീവ് ആവുമെങ്കിൽ നമുക്ക് അത് പോകാനുള്ള യോഗം ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ധർമ്മ, അതുപോലെ ഈ നമ്മുടെ ഹയർ ലേണിങ്സ് പോലെ തന്നെയാണ് സ്പിരിച്വൽ ലേണിങ്സ്. ഒരാളുടെ ഒരു ഗുരുവായിട്ടുള്ള കണക്ഷൻ അല്ലെ സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം എത്രമാത്രം വളരെ ഗ്രോ ചെയ്യും എന്നുള്ളതൊക്കെ നോക്കുന്നതും ഈ പറഞ്ഞ നയൻ ഹൗസ് ആണ്. ഗുരുവായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ഈ ഇത് വരുന്നതും ഈ നയൻ ഹൗസ് ആണ് റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ 8th ഹൗസിന്റെ വേറൊരു പ്രത്യേകത ഞാൻ വിട്ടുപോയത്, ഇത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്നവര്, ഈവൻ അസ്ട്രോളജിയും അല്ലെങ്കിൽ ഇത്തരം സയൻസ് ഒത്തിരി ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള സ്പിരിച്വൽ സയൻസസ് ഒക്കെ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും 8th ഹൗസിൽ. 9th ഹൗസിന്റെ അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ 9th ഹൗസ് നമ്മുടെ ഗുരുക്കന്മാരുടെ ഇത് ഈ പറഞ്ഞ പോലെ വലിയ ഒത്തിരി ഹയർ ലേണിങ്സ് തരുന്ന ടീച്ചർ, സ്പിരിച്വൽ ഗുരുക്കന്മാരോ അതുപോലെ ഇപ്പോൾ PhD അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെയൊക്കെ അസ്ട്രോളജി ചാർട്ട് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അവരുടെ 9th ഹൗസിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള പ്ലാനറ്റ് പൊസിഷൻസോ അല്ലെങ്കിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹൗസ് ആയിരിക്കും പോസിറ്റീവായിട്ട്. ദെൻ കംസ് 10th ഹൗസ്. 10th ഹൗസ് എന്ന് പറയുമ്പോൾ പ്രൊഫഷൻ അല്ലെങ്കിൽ നമ്മുടെ കർമ്മഭാവം എന്ന് പറയും. അപ്പൊ ഈ പ്രൊഫഷൻ അല്ലെങ്കിൽ കർമ്മഭാവം ഇവിടെയാണ് നമ്മുടെ കൂടുതലും പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ ഒരാളുടെ നെയിം ആൻഡ് ഫെയിം. അപ്പൊ ആർക്കെങ്കിലും സമൂഹത്തിൽ കൂടുതൽ നെയിം ആൻഡ് ഫെയിം കിട്ടുമോ, അതിന്റെ പൊസിഷൻ എന്തായിരിക്കും, അത് അറിയേണ്ടത് 10th ഹൗസിലാണ്. കർമ്മഭാവം എന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെ ഫാദറിനെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. നോക്കൂ, വളരെ ബ്യൂട്ടിഫുൾ. ഇവിടെ മദർ, നമ്മുടെ വീട്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ ഓഫീസും നമ്മുടെ ഫാദറും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 10th ഹൗസ് കഴിയുമ്പോൾ അടുത്ത 11th ഹൗസ്. ഈ 11th ഹൗസ് വന്നിട്ട് നമ്മുടെ ഗെയിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ എത്രമാത്രം ആ ആഗ്രഹങ്ങൾ നമുക്ക് സബലീകരിക്കാൻ പറ്റും എന്നുള്ളത് അറിയേണ്ടത് 11th ഹൗസിലാണ്. അതുപോലെ തന്നെ ഈ ഹൗസ് റെപ്രസെന്റ് ചെയ്യുന്ന ഇപ്പൊ 10th ഹൗസ് നമ്മൾ കർമ്മം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗെയിൻസ് ഒക്കെ വരുന്നത്, അതിനെ കാണേണ്ടത് ഇവിടെ എത്രമാത്രം ഗെയിൻസ് വരും. ഇത് അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടിന്റെ വേണമെങ്കിൽ എന്ന് പറയാം. കറണ്ട് അക്കൗണ്ട്, ഒരാൾക്ക് എത്രമാത്രം ലിക്വിഡ് ക്യാഷ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. പലർക്കും ഉണ്ടാവും ചിലപ്പോൾ ഒത്തിരി പ്രോപ്പർട്ടി അസറ്റ്സും കാര്യങ്ങളും ഒക്കെ, പക്ഷെ അദ്ദേഹത്തിന് ലിക്വിഡ് മണി ഉണ്ടാവത്തില്ല. അപ്പൊ അത് നോക്കേണ്ട ഹൗസാണ് 11th ഹൗസ്. ഇത് സേവിങ് അക്കൗണ്ടും ഇത് കറണ്ട് അക്കൗണ്ടും. 2nd ഹൗസ് സേവിങ് അക്കൗണ്ടും 11th ഹൗസ് കറണ്ട് അക്കൗണ്ടുമായിട്ട് കണക്കാക്കാം. ഇത് അതുപോലെ തന്നെ ഇത് ഈ പറഞ്ഞ പോലെ സോഷ്യൽ സർക്കിൾ, ഫ്രണ്ട്സ്. ഓക്കെ, നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഗെയിൻസ് ഉണ്ടാവുന്നു. അപ്പൊ നമുക്ക് കൂടുതൽ സോഷ്യൽ സർക്കിൾസ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും. 11th ഹൗസ് ഇതിനെല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഹൗസാണ്. ഇനി വന്നിട്ട് 12th ഹൗസ്. 12th ഹൗസ് ആക്ച്വലി നോക്കി, ഇവിടെ ഫസ്റ്റ് ഹൗസിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ലൈഫ് ഇങ്ങനെ പോകുമ്പോൾ ആക്ച്വലി ആന്റി ക്ലോക്ക് വൈസ് പോവുകയാണ്. 12th ഹൗസ് നമ്മുടെ എൻഡ് അല്ലെങ്കിൽ മോക്ഷ, ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഹൗസാണ്. അതുപോലെ എൻലൈറ്റ്മെന്റ്, അതുപോലെ തന്നെ ഒരാൾക്ക് ജീവിതത്തിൽ ഒത്തിരി എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നോക്കേണ്ട ഹൗസാണ് 12th ഹൗസ്. ഈവൻ എക്സ്പെൻസ് മാത്രമല്ല, ഈവൻ ഇൻവെസ്റ്റ്മെന്റും. എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിൽ നോക്കും. ഒന്ന് ചീത്ത, നമ്മുടെ കയ്യിൽ നിന്ന് മൊത്തം പൈസ പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു. അല്ലാണ്ട് നമ്മൾ ഇനിയിപ്പോൾ അതല്ലാണ്ട് തന്നെ ഉള്ള പൈസ നമ്മൾ ഒരു നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതും ഒരു രീതിയിലുള്ള എക്സ്പെൻസസ് തന്നെയാണ്. ബട്ട് അതൊരു സേഫ് ഇതായിട്ടായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. വൺ വേ അതൊരു എക്സ്പെൻസ് ആണ്. അത് നോക്കാം നമുക്ക് 12th ഹൗസിൽ നിന്ന്. അതുപോലെ തന്നെ മോക്ഷ, ഒരാളുടെ ജീവിതത്തിന് മോക്ഷം കിട്ടോ ഇല്ലയോ എന്നുള്ള അറിയാം. അത് കാരണം സ്പിരിച്വാലിറ്റി. പിന്നെ ഇതുപോലെ തന്നെ ഐസൊലേഷൻ. ഈ ഹൗസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ പ്ലാനറ്റിനെ റെപ്രസെന്റ് ചെയ്തിരിക്കും. ഒരാളുടെ ജീവിതത്തിൽ ഒത്തിരി ഐസൊലേഷൻ, ഒറ്റപ്പെടൽ ഉണ്ടാവുമോ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒത്തിരി ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടാവുമോ, പിന്നെ അതുപോലെ തന്നെ ജയിൽ വാസം. ഒരാളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ജീവിതത്തിലെ ബെഡ് പ്ലഷർ, ഈ പറഞ്ഞ പോലെ സെക്ഷൽ ലൈഫ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇതൊക്കെ അസ്ട്രോളജി കൂടെ നമുക്ക് ഒരാൾ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പാർട്ട്ണറിന്റെ എത്രമാത്രം അദ്ദേഹം ഹി ഓർ ഷീ ഈസ് ഗുഡ് ഇൻ സെക്സ്. ഇത് റൊമാൻസിന്റെ ഹൗസ് 5th ഹൗസ് ആണെങ്കിലും ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ ബെഡ് പ്ലഷർ അത് 12th ഹൗസ് ആണ്. ഇവിടെ എന്തെങ്കിലും മെലഫിക് ആയിട്ടുള്ള ഒരു ചീത്ത എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ബെഡ് ലൈഫിനെ ബാധിക്കും. സോ ആക്ച്വലി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹൗസ് ആണ്. ഇതുപോലെ തന്നെ ഈ പറഞ്ഞ അനലൈസിസ് ഒക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഒരാൾക്ക് ജീവിതത്തിൽ അയാളെക്കുറിച്ചും കുറെയൊക്കെ അദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സിനെ കുറിച്ചും നമ്മുടെ ജീവിതത്തിലുള്ള ബിസിനസ് പാർട്ട്നേഴ്സിനെ കുറിച്ചും ലൈഫ് പാർട്ട്ണറെ കുറിച്ചും കരിയറിനെ കുറിച്ചും ഒക്കെ വളരെ 100% ആയിട്ടും ഒരു നല്ലൊരു ക്ലിയർ വിഷൻ ഈ പറഞ്ഞ പോലെ അസ്ട്രോളജിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ എന്റെ ഒരു സ്മോൾ വീഡിയോ എന്ന് വേണം പറയാം. കാരണം ഓരോ ഹൗസിനെ കുറിച്ചും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി മണിക്കൂറുകളോളം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. സോ അത് സ്ലോലി നിങ്ങളുടെ അടുത്ത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. സോ എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോ കൊണ്ട് ആൾക്കാർക്ക് കാണുന്നവർക്ക് തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജസ് അയയ്ക്കുക. തീർച്ചയായിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. താങ്ക് യു.